നമസ്കാരം. പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ എക്സാം സ്പെഷ്യൽ ക്ലാസ്സാണ്. അപ്പോൾ ഇതിന്ന് 3ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പുള്ള 2 ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസും നമ്മൾ ചെയ്തിട്ടുണ്ട്. 2015, 2017, 2022 മുതലായ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂട്ടുകാർ ചെയ്ത് നോക്കുക, പഠിക്കുക. എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കൂട്ടുകാർക്ക് ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. അപ്പോൾ വിറ്റാമിൻ ഏതായിരിക്കും കൊഴുപ്പിൽ ലയിക്കുന്നത്? നമ്മൾ പറഞ്ഞു കൊഴുപ്പിൽ ലയിക്കുന്നതും അതുപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്നതുമായ വിറ്റാമിനുകൾ ഉണ്ടെന്നല്ലേ നമ്മൾ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പം കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കൊഴുപ്പിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതായിരിക്കും? വിറ്റാമിനുകൾ വിറ്റാമിൻ ADEK. ഏതാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്? ADEK. എന്നിട്ട് പറഞ്ഞേ ADEK. ഓക്കെ. വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. ADEK കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ് ADEK. വിറ്റാമിനുകൾ എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്കാണ്. വിറ്റാമിനുകൾ എന്ന പദം നാമകരണം ചെയ്തത് ആരാണ്? കാസിമർ ഫങ്കാണ്. വിറ്റാമിൻ K, ബയോട്ടിൻ എന്നിവയുടെ പ്രാഥമിക സ്രോതസ്സുകൾ അന്നപദത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ്. വിറ്റാമിൻ K, ബയോട്ടിൻ എന്നിവയുടെ പ്രാഥമിക സ്രോതസ്സുകൾ അന്നപദത്തിൽ കാണപ്പെടുന്ന എന്താണ്? ബാക്ടീരിയകളാണ്. ഇനി പച്ചക്കറികൾ അധികം സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വേഗം പറഞ്ഞേ. പച്ചക്കറികൾ അധികം സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ C. അതുപോലെ തന്നെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ C തന്നെയാണ്. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്? മുറിവ് ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്? ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് മുറിവ് ഉണങ്ങാൻ താമസം എടുക്കുന്നത്? വൈറ്റമിൻ C തന്നെയാണ്. ഏതാണ്? വൈറ്റമിൻ C. ഓറഞ്ച്, ചെറുനാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ആര് തന്നെയാണ്? ജീവകം C ആണ്, അല്ലെങ്കിൽ വൈറ്റമിൻ C ആണ്. ഓറഞ്ചിലും ചെറുനാരങ്ങയിലും നെല്ലിക്കയിലൊക്കെ ഉള്ളത് ആരാണ്? നമ്മുടെ വിറ്റാമിൻ C ആണ്. രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം ആരാണ്? വിറ്റാമിൻ C. രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകവും ആര് തന്നെയാണ്? വിറ്റാമിൻ C ആണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ C ആണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ C ആണ്. അപ്പോൾ വിറ്റാമിൻ C എന്തൊക്കെയാണ്? പച്ചക്കറികൾ അധികം സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്നു, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു, മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നതിന് കാരണം ഏത് ജീവകമാണ്? വൈറ്റമിൻ C ആണ്. സിയുടെ അഭാവം മൂലമാണ്. ഓറഞ്ച്, ചെറുനാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന ആരാണ്? വൈറ്റമിൻ C ആണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ആരാണ്? ജീവകം C ആണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? ജീവകം C ആണ്. ഇനി അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ B1. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B1. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വേഗം പറഞ്ഞ് നമ്മൾ പഠിച്ചാണ്. രക്തം കട്ടപിടിക്കാൻ വൈറ്റമിൻ K. രക്തം കട്ടപിടിക്കാൻ ഏതാണ് സഹായിക്കുന്നത്? വൈറ്റമിൻ K. അതുപോലെ തന്നെ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആര് തന്നെയാണ്? വിറ്റാമിൻ K ആണ്. പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ K ആണ്. അപ്പോൾ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ പഠിച്ചു. അങ്ങനെയെങ്കിൽ ജലത്തിൽ ലയിക്കുന്നത് ആരായിരിക്കും? BC ആണ്. ജലത്തിൽ ലയിക്കുന്നത് ആരാണ്? വൈറ്റമിൻ Bയും വൈറ്റമിൻ C ആണ്. ഇത് രണ്ടും നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ശരീരത്തിൽ രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഫോളിക് ആസിഡ്. ജീവകം B9 ആണ്. ശരീരത്തിൽ രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ഫോളിക് ആസിഡ്. ജീവകം B9 ആണ്. അധികമായി കഴിഞ്ഞാൽ കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ A. അധികമായി കഴിഞ്ഞാൽ കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ A. ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ A. ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ A. അപ്പം വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നമ്മൾ പഠിച്ചതാണ്, നിശാന്തത. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനി
ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ. അപ്പോൾ പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഏത് തന്നെയായിരിക്കും? ഇ ആണ്. പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിനും ഏത് തന്നെയാണ്? വിറ്റാമിൻ ഇ ആണ്. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ ഇ. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? വിറ്റാമിൻ ഇ ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ഇ. ബ്യൂട്ടി വിറ്റാമിൻ ഇ ആണ്. അപ്പോൾ വിറ്റാമിൻ ഇനെ കുറിച്ച് എത്ര പോയിന്റ്സ് പറഞ്ഞു? ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകമാണ്, പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിനാണ്, മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ്, ആൻറ്റി സ്റ്റെറിലിറ്റി ആണ്, ബ്യൂട്ടി വിറ്റാമിൻ. ഇതെല്ലാം തന്നെ ആരാണ്? നമ്മുടെ ജീവകം ഇ ആണ്. ഇനി അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്തൊരു ജീവകമാണ് ജീവകം ഡി. എവിടെ നിന്നും കിട്ടും പിന്നെ ജീവകം ഡി? സൺലൈറ്റിൽ നിന്ന്. ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. അപ്പോൾ വിറ്റാമിൻ ഡി എന്തിനു വേണം നമുക്ക്? അസ്ഥിയുടെ വളർച്ചയ്ക്ക് വിറ്റാമിൻ ഡി ആവശ്യമാണ്. എവിടെ നിന്ന് കിട്ടും? സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടും. ഭക്ഷണത്തിൽ നിന്നും പച്ചക്കറികളിൽ നിന്നൊന്നും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടില്ല. ഓക്കെ. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. ഇന്ദ്രിയ അനുഭവങ്ങൾ, ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ, ബോധം, വിവേചനം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. ഇന്ദ്രിയ അനുഭവങ്ങൾ, ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ, ബോധം, വിവേചനം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും ആര് തന്നെയാണ്? സെറിബ്രമാണ്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ഏത്? ബ്രോക്കസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിൻ്റെ ഭാഗം വെർണിക്സ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് ഏത്? വെർണിക്സ് ഏരിയ. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം സെറിബെല്ലം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം ഏതാണ്? സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സെറിബെല്ലം. ശരീര തുലന നിലയെ നിയന്ത്രിക്കുന്നതും ആരാണ്? സെറിബെല്ലമാണ്. ശരീര തുലന നിലയെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് മക്കളെ? സെറിബെല്ലമാണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതായിരിക്കും അങ്ങനെയെങ്കിൽ? തലാമസ് ആണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് തലാമസ് ആണ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? തലാമസ് ആണ്. റിലേ സെന്റർ ഇൻ അവർ ബോഡി തലാമസ് ആണ്. റിലേ സെന്റർ ഇൻ അവർ ബോഡി തലാമസ്. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനം നടത്തുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനം നടത്തുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. എനിക്ക് ശബ്ദം കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. മൈക്കിലൂടെ പറയുന്നതുകൊണ്ട് കൂട്ടുകാർക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ലായിരിക്കും. പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രെയിൻ എടുത്താണ് പറയുന്നത് കേട്ടോ.
ഇനി അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? ആന്തര സമസ്ഥിതി പരിപാലനം നടത്തുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ആര് തന്നെയാണ്? ഹൈപ്പോതലാമസ് ആണ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഓബ്ലോങ്കേറ്റ. ആ വാക്ക് ഓർക്കണം കേട്ടോ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഓബ്ലോങ്കേറ്റ. ഏതാണ്? മെഡുല ഓബ്ലോങ്കേറ്റ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്: തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗമേത്? തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏതാണ്? ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. സിക്കിൾ സെൽ അനീമിയ, ക്ഷയം, വില്ലൻ ചുമ, ഡിഫ്തീരിയ. നമ്മൾ പറഞ്ഞതാണ് ഏതൊക്കെ രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വാക്സിനുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ രോഗത്തിനുള്ള വാക്സിനേഷനാണ് നിലവിലുള്ളത്, അതൊക്കെ പഠിച്ചതാണ്. പിന്നെ അത് ഏതായിരിക്കും വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്തത്? ആരായിരിക്കും? സിക്കിൾ സെൽ അനീമിയ, ക്ഷയം, വില്ലൻ ചുമ, ഡിഫ്തീരിയ. ആരായിരിക്കും? സിക്കിൾ സെൽ അനീമിയയാണ്. സിക്കിൾ സെൽ അനീമിയ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഹീമോഗ്ലോബിൻ ആണ്. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ആരാണ്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം ഇരുമ്പ്. ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം ഏതാണ്? ഇരുമ്പ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയ. സിക്കിൾ സെൽ അനീമിയ ഒരു പാരമ്പര്യ രോഗമാണ്. സിക്കിൾ സെൽ അനീമിയ എന്താണ്? ഒരു പാരമ്പര്യ രോഗമാണ്. ക്ഷയം, വില്ലൻ ചുമ, ഡിഫ്തീരിയ എന്നിവ പരത്തുന്ന രോഗാണുവാണ് ബാക്ടീരിയ. ക്ഷയം, വില്ലൻ ചുമ, ഡിഫ്തീരിയ എന്നിവ പരത്തുന്ന രോഗാണു ആരാണ്? ബാക്ടീരിയ. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ബാക്ടീരിയയും ഫംഗസും വൈറസൊക്കെ പരത്തുന്ന രോഗങ്ങൾ ഏതാന്നൊക്കെ. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി നമുക്കൊന്ന് ഓർമ്മപ്പെടുത്തി പോവാം. ക്ഷയത്തിൻ്റെ വാക്സിൻ ഏതാണ്? BCG വാക്സിനാണ്. ക്ഷയത്തിൻ്റെ വാക്സിൻ ഏതാണ്? BCG. പോളിയോൻ്റെ ഏതാണ്? OPV. പോളിയോൻ്റെ ഏതാണ്? OPV. മുണ്ടുനീര്, റുബെല്ല, അഞ്ചാമ്പനി MMR ആണ്. മുണ്ടുനീര്, റുബെല്ല, അഞ്ചാമ്പനി ഏത് വാക്സിനാണ്? MMR. കുതിരസന്നി TT ആണ്. കുതിരസന്നി TT. DPT ഹെപ്പറ്റൈറ്റിസ് B, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. DPT ഹെപ്പറ്റൈറ്റിസ് B, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. പെൻറ്റാവാലൻ്റ് വാക്സിനാണ് എടുക്കുന്നത്. ഒന്നുകൂടി പറയാം. ക്ഷയത്തിന് BCG ആണ്. പോളിയോക്ക് OPV ആണ്. മുണ്ടുനീര്, റുബെല്ല, അഞ്ചാമ്പനി MMR ആണ്. കുതിരസന്നി TT ആണ്. DPT ഹെപ്പറ്റൈറ്റിസ് B, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ പെൻറ്റാവാലൻ്റ് വാക്സിനാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ സിലബസ് ബേസ്ഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ഇനി അരുണ രക്താണുക്കളുടെ ആകൃതി അരിവാൾ പോലെ ആകുന്നത് മൂലം ശരിയായ രീതിയിലുള്ള ഓക്സിജൻ വാഹക പ്രക്രിയ നടക്കാതെ വരുന്ന രോഗമാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. അരുണ രക്താണുക്കളുടെ ആകൃതി അരിവാൾ പോലെ ആകുന്നത് മൂലം ശരിയായ രീതിയിലുള്ള ഓക്സിജൻ വാഹക പ്രക്രിയ നടക്കാതെ വരുന്ന രോഗമാണ് ഏത്? സിക്കിൾ സെൽ അനീമിയ. ഇനി മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗമാണ് ഏത്? ഹീമോഫീലിയ. മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗമാണ് ഏത്? ഹീമോഫീലിയ. അടുത്തത് പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ്? എവിടെ നിന്നാണ് ഓക്സിജൻ വരുന്നത്? ജലത്തിൻ്റെ വിഘടനം വഴിയാണ്. ജലത്തിൻ്റെ വിഘടനം വഴിയാണ് ആര് വരുന്നത്? നമ്മുടെ ഓക്സിജൻ വരുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും പ്രകാശ സംശ്ലേഷണം?
സസ്യങ്ങൾ സൗരോർജ്ജത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഹരിതകത്തിൻ്റെ സഹായത്തോടെ ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയാം. എന്താണ്? സസ്യങ്ങൾ സൗരോർജ്ജത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഹരിതകത്തിൻ്റെ സഹായത്തോടെ ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ എന്താണ്? പ്രകാശ സംശ്ലേഷണം. ഇനി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തന തോത് കൂടിയ പ്രകാശം ഏതാണെന്ന്? ചുവപ്പ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തന തോത് കൂടിയ പ്രകാശം ചുവപ്പ്. പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്നത് ഏതിലായിരിക്കും? മഞ്ഞ പ്രകാശത്തിലായിരിക്കും. പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്ന പ്രകാശം ഏതാണ്? മഞ്ഞ പ്രകാശം. പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം അന്നജം. പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം ഏതാണ്? അന്നജമാണ്. അന്നജ നിർമ്മാണത്തിന് സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾക്ക് എന്ത് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ തന്നെയാണ്. സസ്യങ്ങൾ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെപ്പോലെ തന്നെ ഏതാ? ഓക്സിജനാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ 2 ഘട്ടങ്ങളാണ് പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ 2 ഘട്ടങ്ങളാണ് ഏതൊക്കെ? പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം. ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. ആരാണ്? മെൽവിൻ കാൽവിൻ. മെൽവിൻ കാൽവിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷമാണ് 1961. അത് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന ഓക്സിജൻ എന്തിൻ്റെ വിഘടന ഫലമായാണ് ഉണ്ടാകുന്നത്? നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? ജലത്തിൻ്റെ വിഘടന ഫലമായാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണെന്നാണ്? ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് 2021 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ജൂലിയസ്. ആരാണ്? ഡേവിഡ് ജൂലിയസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ പരിപാടി ഏതാണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ പരിപാടിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. ഏതാണ്? ജൈവ വൈവിധ്യ ഉദ്യാനം. അങ്ങനെയെങ്കിൽ രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതി ഏതാണ്? രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം. ഏതാണ്? വീട് ഒരു വിദ്യാലയം. ഇനി കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി 2022 ജനുവരിയിൽ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് ഞാനും കൃഷിയിലേക്ക്. കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി 2022 ജനുവരിയിൽ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് ഞാനും കൃഷിയിലേക്ക്. COVID-19 പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പഠനാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി. COVID-19 പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പഠനാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഫസ്ബൽ. ഏതാണ്? ഫസ്ബൽ. അടുത്തത് പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തനാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് മണ്ണെഴുത്ത്. പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തനാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് മണ്ണെഴുത്ത്. ഏതാണ്? മണ്ണെഴുത്ത്. അടുത്തത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. ഇതാണ് എൻ്റെ മരം.
ജലം, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം പദ്ധതി. ജലം, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഹരിത കേരളം പദ്ധതി. ഒന്നുകൂടി പറയാം. ജലം, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി ഏതാ മക്കളെ? ഹരിത കേരളം പദ്ധതി. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യമാണ് പച്ചയിലൂടെ വൃത്തിയിലേക്ക്. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം പച്ചയിലൂടെ വൃത്തിയിലേക്ക്. പച്ചയിലൂടെ വൃത്തിയിലേക്ക്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇത് ഓഡിയോ ക്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏതാണെന്ന്. ചാക്രിക രീതി എന്താണെന്ന് അറിയാലോ കൂട്ടുകാർക്ക്. എന്താണ്? ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണമാണ്. ഞാൻ ഓപ്ഷൻ വായിക്കാത്തതാണ് കേട്ടോ. ഇത് ഓപ്ഷൻ വായിച്ചാലും കൂട്ടുകാർക്ക് പെട്ടെന്ന് അങ്ങ് ഉത്തരം എഴുതാൻ പറ്റത്തില്ല. കാരണം ഓഡിയോ ക്ലാസ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. ചെറുതൊക്കെയാണെങ്കിൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. പക്ഷേ ഇത് കുറച്ച് സെൻറ്റൻസ് ആയതുകൊണ്ട് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ചാക്രിക രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണമാണ് ഏത്? ചാക്രിക രീതി. ആരാണ് ചാക്രിക രീതി കൊണ്ടുവന്നത്? പഠന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? നമ്മുടെ ബ്രൂണർ ചേട്ടനാണ്. ആരാണ്? ജെറോമസ് ബ്രൂണറാണ്. പഠന സിദ്ധാന്തങ്ങളിലെ ചാക്രിക ആരോഹണ രീതി മുന്നോട്ട് വെച്ചത് ആരാ? നമ്മുടെ ജെറോമസ് ബ്രൂണറാണ്. ചാക്രിക രീതി അല്ലെങ്കിൽ സ്പൈറലിംഗ് എന്താണെന്ന് നമ്മളൊരു സെൻറ്റൻസ് ആയിട്ട് തന്നെ പഠിച്ചിരുന്നു. എന്താണ്? നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുക. എന്താണ്? നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുക. ഇത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ് കേട്ടോ. ഒന്നുകൂടി കേൾക്കുമ്പോൾ നമ്മളത് തറമാവും നമ്മുടെ മനസ്സിൽ. പിന്നെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് കിട്ടും. ഇനി അപ്പം എന്താണ് ചാക്രിക ആരോഹണ രീതി? മനസ്സിലായി അല്ലേ? ചാക്രിക ആരോഹണ രീതി അഥവാ ഇതാണ് സ്പൈറലിംഗ് എന്താണെന്ന് മനസ്സിലായി. ഇനി ബുദ്ധിപരമായ സത്യസന്ധത പാലിച്ചുകൊണ്ട് എന്തും ഏത് നിലവാരത്തിലുമുള്ള ആരെയും പഠിപ്പിക്കാനാവും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ബ്രൂണറാണ്. ബുദ്ധിപരമായ സത്യസന്ധത പാലിച്ചുകൊണ്ട് എന്തും ഏത് നിലവാരത്തിലുമുള്ള ആരെയും പഠിപ്പിക്കാനാവും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ബ്രൂണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം അക്കോമഡേഷൻ എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സംസ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. അസിമിലേഷൻ എന്താണ്? സ്വാംശീകരണം എന്താണ് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്താണ്? പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് ഏത്? സംസ്ഥാപനം അഥവാ അക്കോമഡേഷൻ. ഇനി വൈജ്ഞാനിക വികാസം പിയാഷെയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? വൈജ്ഞാനിക വികാസം പിയാഷെയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? ചിന്താ പ്രക്രിയയുടെ വികാസത്തിന് നിദാനം പ്രധാനമായും 4 ഘടകങ്ങളാണെന്ന് പിയാഷെ പറയുന്നത്. ചിന്താ പ്രക്രിയയുടെ വികാസത്തിന് നിദാനം എത്രയാണ്? 4 ഘടകങ്ങൾ. പ്രധാനമായിട്ടും 4 ഘടകങ്ങൾ. ഒന്നാമത്തെ ശാരീരികമായ പക്വത ആർജിക്കൽ. ശാരീരികമായ പക്വത ആർജിക്കൽ. രണ്ടാമത്തെ പ്രവർത്തനങ്ങൾ. മൂന്നാമത്തെ സാമൂഹിക അനുഭവങ്ങൾ. നാലാമത്തെ സന്തുലനീകരണം. നാലാമത്തേതാണ് സന്തുലീകരണം. 1 ശാരീരികമായ പക്വത ആർജിക്കൽ. 2 പ്രവർത്തനങ്ങൾ. 3 സാമൂഹിക അനുഭവങ്ങൾ. 4 സന്തുലീകരണം. പിയാഷെയുടെ അഭിപ്രായത്തിൽ വ്യക്തികളുടെ വിജ്ഞാന മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകളാണ് സംയോജനം അഥവാ ഓർഗനൈസേഷൻ. രണ്ടാമത്തെ അനുരൂപീകരണം അഥവാ അഡാപ്റ്റേഷൻ. പിയാഷെയുടെ അഭിപ്രായത്തിൽ വ്യക്തികളുടെ വിജ്ഞാന മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകളാണ് 2 എണ്ണം. ഏതൊക്കെയാ? സംയോജനം ഓർഗനൈസേഷൻ. രണ്ടാമത്തേതാണ് അനുരൂപീകരണം അഡാപ്റ്റേഷൻ.
അപ്പോൾ അത് രണ്ടും എന്താണെന്നും കൂടി പഠിക്കാം. സംയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ പിയാഷെ വിളിക്കുന്നത് സ്കീമ എന്നാണ്. നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ എന്തെന്ന് വിളിക്കാം? സ്കീമ എന്ന് വിളിക്കാം. നിലവിലുള്ള സ്കീമകൾ മതിയാകാതെ വരുന്ന സന്ദർഭങ്ങളിൽ പുതിയവ കൂട്ടിച്ചേർക്കുന്നു. നിലവിലുള്ള സ്കീമകൾ മതിയാകാതെ വരുന്ന സന്ദർഭങ്ങളിൽ പുതിയവ കൂട്ടിച്ചേർക്കപ്പെടുന്നു. സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു മാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് എന്ത്? സംയോജനം, ഓർഗനൈസേഷൻ. എന്താണ്? സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു മാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സംയോജനം അഥവാ ഓർഗനൈസേഷൻ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അനുരൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അനുരൂപീകരണം. എന്താണ്? ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? അനുരൂപീകരണമെന്ന് പറയുന്നത്. പുതിയ അനുഭവങ്ങൾ വൈജ്ഞാനിക ഘടനയിൽ സൃഷ്ടിക്കുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ 2 മാർഗങ്ങളാണ് പൊതുവെ സ്വീകരിക്കാറുള്ളതെന്നാണ് പിയാഷെ പറയുന്നത്. പുതിയ അനുഭവങ്ങൾ വൈജ്ഞാനിക ഘടനയിൽ സൃഷ്ടിക്കുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ 2 മാർഗങ്ങൾ ഉണ്ടെന്നാണ് ആര് പറയുന്നത്? പിയാഷെ പറയുന്നത്. ഒന്നാമത്തെയാണ് സ്വാംശീകരണം, രണ്ടാമത്തെയാണ് സംസ്ഥാപനം. ഒന്നാമത്തെ സ്വാംശീകരണം അസിമിലേഷൻ, രണ്ടാമത്തെ സംസ്ഥാപനം അക്കോമഡേഷൻ. നമ്മൾ സ്വാംശീകരണം പഠിച്ചതാണ്, എങ്കിലും ഒന്നുകൂടി ഒന്ന് പറയാം നമുക്ക്. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിന് എന്തെന്ന് വിളിക്കാം? സ്വാംശീകരണം എന്ന് പറയാം. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിന് എന്തെന്ന് വിളിക്കാം? സ്വാംശീകരണം എന്ന് പറയാം. ഉദാഹരണമായിട്ട് എന്ത് പറയാം? ഒരു കുട്ടി ആദ്യമായിട്ട് ഒരു കീരിനെ കണ്ടു. ഒരു കീരിനെ കണ്ട കുട്ടി ആദ്യം എന്ത് വിളിക്കും? ചാടിക്കേറി പൂച്ച എന്ന് വിളിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പൂച്ച എന്ന് വിളിക്കുന്നത്? പൂച്ചയെ നേരത്തെ പരിചയമുണ്ട്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കീരിയെ കയറി എന്ത് വിളിക്കുന്നത്? പൂച്ച എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമുകൾ പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? സംസ്ഥാപനം എന്ന് വിളിക്കാം. അക്കോമഡേറ്റ് ചെയ്യുക, അതായത് പുതിയ കാര്യം ഉൾക്കൊണ്ടു, അതിനാണ് സംസ്ഥാപനം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്ന് വിളിക്കാം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് കീരിനെ കാണുമ്പോൾ കുട്ടി എന്ത് പറയും? പൂച്ച എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? പൂച്ച നേരത്തെ കുഞ്ഞ് കണ്ടിട്ടുണ്ട്. ഇനി കുട്ടി പൂച്ച എന്ന് വിളിച്ച ജീവി പൂച്ചയല്ലെന്ന അറിവോടെ പൂച്ചയല്ല എന്ന് മനസ്സിലാക്കുന്നത് വഴി എന്ത് ചെയ്യും? കുട്ടി കീരി എന്ന ജീവിയുടെ സവിശേഷതകൾ കുട്ടിയുടെ മനസ്സിലേക്ക് കയറ്റിവെക്കും, പ്രത്യേകതകൾ മനസ്സിലാക്കും, അതിനെ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്യും. അപ്പോൾ പുതിയൊരു കാര്യം അവിടെ പഠിച്ച് നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിക്കുകയാണ് അല്ലേ? പുതിയത് അക്കോമഡേറ്റ് ചെയ്യാണ്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സംസ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്വാംശീകരണം എന്ന് മനസ്സിലായല്ലോ? നിലവിലുള്ള അറിവ് വെച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇനി സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? നിലവിലുള്ള സ്കീമിൽ മാറ്റം വരുത്തി പുതിയ കാര്യം മനസ്സിലാക്കി വയ്ക്കുന്നു. അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ. പുതിയ കാര്യത്തെ അക്കോമഡേറ്റ് ചെയ്തു. ഓക്കെ. വൈജ്ഞാനിക വികാസത്തിന് സുപ്രധാനമായ 4 ഘട്ടങ്ങളാണുള്ളത്. വൈജ്ഞാനിക വികാസത്തിന് സുപ്രധാനമായ 4 ഘട്ടങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഏതൊക്കെയാണ്? ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഒന്നുകൂടി പറയാം. ഇന്ദ്രിയ ചാലക ഘട്ടം,
പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഇനി പിയാഷയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം. ദ മോറൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്, ന്യൂ മെത്തേഡ്, സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ, മോഡേൺ എഡ്യൂക്കേഷൻ, ദ ചൈൽഡ്സ് കൺസെപ്ഷൻ ഓഫ് നമ്പേഴ്സ്, ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ടു ഇൻവെൻറ്റ്, ദ ചൈൽഡ്സ് കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി. എന്നിട്ട് മോഡേൺ എഡ്യൂക്കേഷൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, പിയാഷയുടെ കൃതിയാണ് മോഡേൺ എഡ്യൂക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? ഏതാണ്? അനുപൂരണമാണ്. ഏതാണ്? അനുപൂരണം. ഇനി വേദനാജനകമായ അനുഭവങ്ങളും സാക്ഷാത്കരിക്കാത്ത ആഗ്രഹങ്ങളുമൊക്കെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന സമായോജന തന്ത്രമാണ് ദമനം. വേദനാജനകമായ അനുഭവങ്ങളും സാക്ഷാത്കരിക്കാനാകാത്ത ആഗ്രഹങ്ങളുമൊക്കെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന സമായോജന തന്ത്രമാണ് ഏത്? ദമനം. സ്വന്തം ബലഹീനതകൾ, കുറ്റങ്ങൾ, പരാജയങ്ങൾ എന്നിവ മറ്റുള്ളവരിൽ ചുമത്തി രക്ഷപ്പെടുന്ന സമായോജന തന്ത്രം ഏതാണ്? പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. സ്വന്തം ബലഹീനതകൾ, കുറ്റങ്ങൾ, പരാജയങ്ങൾ എന്നിവ മറ്റുള്ളവരിൽ ചുമത്തി രക്ഷപ്പെടുന്ന സമായോജന തന്ത്രമാണ് ഏത്? പ്രക്ഷേപണം. പ്രക്ഷേപണത്തിന് ഉദാഹരണം എന്താണ്? പരീക്ഷയിൽ തോറ്റ കുട്ടി ചോദ്യപേപ്പറിനെയും പഠിപ്പിച്ച അധ്യാപകനെയും കുറ്റപ്പെടുത്തുന്നത്, അല്ലേ? ഞാൻ പരീക്ഷയ്ക്ക് തോറ്റത് എന്തുകൊണ്ടാണ്? ചോദ്യപേപ്പർ കൊള്ളില്ലായിരുന്നു, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? പഠിപ്പിച്ച അധ്യാപകൻ അത്ര പോരായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റത്. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രക്ഷേപണം. സ്വന്തം ബലഹീനതകൾ, കുറ്റങ്ങൾ, പരാജയങ്ങൾ എന്നിവ മറ്റുള്ളവരിൽ ചുമത്തി രക്ഷപ്പെടുന്നു. ഓക്കെ, എന്താണ് ഉദാഹരണം? പരീക്ഷയ്ക്ക് തോക്കാൻ കാരണം എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ പഠിപ്പിച്ച അധ്യാപകൻ ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റത് എന്ന് പറയുന്നത് എന്ത് സമായോജന തന്ത്രമാണ്? പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. അടുത്തത്: തൻ്റെ പരാജയം, കഴിവുകേട് എന്നിവ തരണം ചെയ്യുന്നതിനായി തെറ്റായ കാരണം പറഞ്ഞ് രക്ഷപ്പെടുന്ന സമായോജന തന്ത്രമാണ് യുക്തീകരണം. എന്താണ്? തൻ്റെ പരാജയം, കഴിവുകേട് എന്നിവ തരണം ചെയ്യുന്നതിനായി തെറ്റായ കാരണം പറഞ്ഞ് രക്ഷപ്പെടുന്ന സമായോജന തന്ത്രമാണ് യുക്തീകരണം. ഇപ്പം മാർക്ക് കുറഞ്ഞ കുട്ടി എന്ത് പറയും? മാർക്ക് കിട്ടിയിട്ട് ഇപ്പം എന്തിനാ? ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ, അപ്പം അതുകൊണ്ട് മാർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ആരാണ്? യുക്തീകരണമാണ്. മാർക്ക് കിട്ടാത്ത കുട്ടി എന്ത് പറയും? കൂടുതൽ മാർക്ക് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അപ്പോൾ ഇത്രയൊക്കെ മാർക്ക് മതി എന്ന് ചിന്തിക്കേണ്ടത് എന്തിനാണ്? യുക്തീകരണമാണ്. അടുത്തത്: മറ്റുള്ളവരിൽ നിന്ന് സഹാനുഭൂതി നേടി സ്വന്തം പ്രശ്നങ്ങളും വിഷമതകളും പരിഹരിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന സമായോജന തന്ത്രമാണ് സഹാനുഭൂതി പ്രേരണം. മറ്റുള്ളവരിൽ നിന്ന് സഹാനുഭൂതി നേടി സ്വന്തം പ്രശ്നങ്ങളും വിഷമതകളും പരിഹരിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന സമായോജന തന്ത്രമാണ് ഏത്? സഹാനുഭൂതി പ്രേരണം. അതിന് എക്സാമ്പിളായിട്ട് എന്ത് പറയാം? പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ പറയാം, ടീച്ചർ ഞങ്ങളോട് പക്ഷാപാതം കാണിച്ചു, അല്ലെങ്കിൽ എന്താ, എന്നെ കുട്ടികളൊന്നും സഹായിച്ചില്ല, ഞാൻ കഠിനാധ്വാനം ചെയ്തു എന്നിട്ടും എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് ഏതാ? സഹാനുഭൂതി പ്രേരണമാണ്. ഇനി അടുത്തത്: മറ്റുള്ളവരുടെ നേട്ടം തൻ്റേതാണെന്ന് കരുതി സ്വയം ആനന്ദിക്കുന്ന സമായോജന തന്ത്രമാണ് ഏത്? താദാത്മീകരണം. മറ്റുള്ളവരുടെ നേട്ടം തൻ്റേതാണെന്ന് കരുതി സ്വയം ആനന്ദിക്കുന്ന സമായോജന തന്ത്രമാണ് ഏത്? താദാത്മീകരണം. ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളി കാണാണ്, ക്രിക്കറ്റ് ജയിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്ക് ആരെങ്കിലും ഒരു 6 അടിച്ച് എന്തായിരിക്കും? നമ്മുടെ സന്തോഷമാണല്ലേ, നമ്മുടെ വിജയമായിട്ട് അതിനെ കാണുന്നു. അപ്പം അങ്ങനെ ഫുട്ബോൾ കളിയാണെങ്കിലും ഇപ്പം അർജൻറ്റീന ജയിച്ചാൽ അത് എൻ്റെ എന്താ പറയുക, നമ്മൾ ആ ഒരു സന്തോഷത്തിൽ പങ്കെടുത്ത് എൻ്റെ വിജയമായിട്ട് നമ്മളത് ഉൾക്കൊള്ളുന്നു. അതാണ് എന്ത്? താദാത്മീകരണം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ നേട്ടം തൻ്റേതാണെന്ന് കരുതി സ്വയം ആനന്ദിക്കുന്നു. അടുത്തതാണ്: ഒരു വ്യക്തി തൻ്റെ മേഖലയിലെ കഴിവുകേട് മറ്റൊരു മേഖലയിലെ മികവിലൂടെ വീണ്ടെടുക്കുന്ന തന്ത്രമാണ് അനുപൂരണം.
ഏതാണ്? ഒരു വ്യക്തി തൻ്റെ മേഖലയിലെ കഴിവ് കേട് മറ്റൊരു മേഖലയിലെ മികവിലൂടെ വീണ്ടെടുക്കുന്ന തന്ത്രം. ഏതാണ്? അനുപൂരണം. ഏതാണ്? അനുപൂരണം. നമ്മളിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു. എന്താണ്? വിദ്യാഭ്യാസപരമായിട്ട് പരാജയപ്പെട്ടവൻ എന്തിൽ മികവ് കാണിക്കുന്നു? കായിക മേഖലയിൽ മികവ് കാണിക്കുന്നു. ഇതാണ് അനുപൂരണം. അടുത്തതാണ് അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ സാമൂഹിക അംഗീകാരമുള്ള മേഖലകളിലേക്ക് തിരിച്ചുവിടുന്ന സമായോജന തന്ത്രമാണ് ഉദാത്തീകരണം. അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ സാമൂഹിക അംഗീകാരമുള്ള മേഖലകളിലേക്ക് തിരിച്ചുവിടുന്ന സമായോജന തന്ത്രം ഏതാണ്? ഉദാത്തീകരണം. ഉദാഹരണമായിട്ട് എന്ത് പറയാം? മക്കളില്ലാത്ത രക്ഷിതാക്കൾ സാമൂഹ്യ സേവനം നടത്തുന്നു. മക്കളില്ലാത്ത രക്ഷിതാക്കൾ സാമൂഹ്യ സേവനം നടത്തുന്നത് എന്തിനുള്ള ഉദാഹരണമാണ്? ഉദാത്തീകരണത്തിന് ഉദാഹരണമാണ്. അടുത്തത് വിഷമകരമായ പ്രയാസം നിറഞ്ഞ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്നു കരുതി മാറി നിൽക്കുന്ന സമായോജന തന്ത്രമാണ് ഒട്ടകപക്ഷി മനോഭാവം. ഇല്ലേ? എന്താണ്? വിഷമകരമായ പ്രയാസം നിറഞ്ഞ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന് കരുതി മാറി നിൽക്കുന്ന സമായോജന തന്ത്രമാണ് ഏത്? ഒട്ടകപക്ഷി മനോഭാവം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹവാർഡ് ഗാർട്ട്നർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വെച്ചത്? ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹവാർഡ് ഗാർട്ട്നർ മുന്നോട്ട് വെച്ചത് ഏതായിരിക്കും? വെറുതെ ഒന്ന് കേട്ട് നോക്കിക്കേ. നമ്മൾ പഠിച്ചതാണ്. ശാരീരിക ചലനപരമായ ബുദ്ധി, സാംസ്കാരിക ബുദ്ധി, ബുദ്ധിയുടെ വിശിഷ്ട ഘടകം, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഏതായിരിക്കും ആൻസർ? ശാരീരിക ചലനപരമായ ബുദ്ധി, സാംസ്കാരിക ബുദ്ധി, ബുദ്ധിയുടെ വിശിഷ്ട ഘടകം, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. പെട്ടെന്ന് ഓർത്ത് പറഞ്ഞ് ഹവാർഡ് ഗാർട്ട്നർ ഏതായിരിക്കും? നമ്മളൊരു 9 പഠിച്ചിട്ടുണ്ടായിരുന്നു. ബഹുമുഖ ബുദ്ധി. ഏതാണ് ആൻസർ? ശാരീരിക ചലനപരമായ ബുദ്ധിയാണ്. ശാരീരിക ചലനപരമായ ബുദ്ധി. ഓക്കെ, ഇനി ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാ? നമ്മുടെ ഗാർട്ട്നറാണ്, ഹവാർഡ് ഗാർട്ട്നറാണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് ആരുടെയാണ്? ഹവാർഡ് ഗാർട്ട്നറുടെയാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചത് ഹവാർഡ് ഗാർട്ട്നറാണ്. ഇനി അത് പറയണ്ടല്ലോ, ഹവാർഡ് ഗാർട്ട്നറുടെ ബഹുമുഖ ബുദ്ധിയുടെ മുഖങ്ങൾ ഏതൊക്കെയാണെന്ന്? 9. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇനി അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല കേട്ടോ. സിലബസിൽ കിടക്കുന്നതാണ്, നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. ശബ്ദം പ്രശ്നമായതുകൊണ്ട് കേട്ടോ ഞാനിനി അത് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. അല്ലെങ്കിൽ വേണ്ട, ഇനി ആദ്യമായിട്ട് കേൾക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലോ ഇനി അവർ സിലബസ് തപ്പി കണ്ടുപിടിച്ചിട്ട് വേണ്ടേ. അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു 9 സ്റ്റേജസ് അങ്ങോട്ട് പറഞ്ഞേക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് 9 സ്റ്റേജ് മാത്രം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പറഞ്ഞേക്കാം. ഒന്നാമത്തെ ദൃശ്യ സ്ഥലപര ബുദ്ധി, വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. രണ്ടാമത്തെ വാചിക ഭാഷാപര ബുദ്ധി, വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. മൂന്നാമത്തെ ഗണിതപര ബുദ്ധി അല്ലെങ്കിൽ യുക്തി ചിന്താപര ബുദ്ധി, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. 4 കായിക ചാലക ബുദ്ധി, ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. 5 താളാത്മക സംഗീതപര ബുദ്ധി, റിതമെറ്റിക്കൽ മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. വ്യക്തിയാന്തര ബുദ്ധി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ആന്തര വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. പ്രകൃതിപരമായ ബുദ്ധി, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. 9ാമത്തെ അസ്തിത്വപരമായ ബുദ്ധി, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. അടുത്തത് ഏതാണ്? ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് വേഗം പറഞ്ഞ്. നമ്മൾ പഠിച്ചതാ, നമ്മുടെ തോണ്ടയ്ക്ക് ചേട്ടൻ്റെയാണ്. ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെയാണ്? സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. ഏതൊക്കെയാണ്? സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനതിനിവിടെ പറയുന്നില്ല കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അധ്യാപക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് ഉത്തരം കണ്ടെത്താനായിട്ട് ആർക്ക് പറ്റിയില്ല? ആതിരയ്ക്ക് പറ്റിയില്ല.
എന്നിട്ടോ ടീച്ചർ ആതിരനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ചില സൂചനകളും വിശദീകരണങ്ങളൊക്കെ നൽകി കഴിഞ്ഞപ്പോഴോ ആതിര നല്ല മിടുക്കി കുട്ടിയായിട്ട് ഉത്തരം കണ്ടുപിടിച്ചു. അപ്പം ഇത് ഏത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഏതായിരിക്കും? ഞാൻ വെറുതെ ഓപ്ഷൻ അങ്ങ് വായിക്കാം. കണ്ടെത്തൽ പഠനം, സമീപസ്ഥ വികാസ മണ്ഡലം, മനോവ്യാപാര പൂർവ്വഘട്ടം, മാതൃക കാണിക്കൽ. കണ്ടെത്തൽ പഠനം, സമീപസ്ഥ വികാസ മണ്ഡലം, മനോവ്യാപാര പൂർവ്വഘട്ടം, മാതൃക കാണിക്കൽ. ഏതായിരിക്കും? വേഗം പറഞ്ഞ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള ചോദ്യപേപ്പറുകളിൽ ഈ ക്വസ്റ്റ്യൻ വന്നിരുന്നു. 3-4 പ്രാവശ്യം തലങ്ങും വിലങ്ങും പല രീതിയിലും ചോദിച്ചതാണ്. ഏതാണ് ആൻസർ? സമീപസ്ഥ വികാസ മണ്ഡലം, ZPD ആണ് അല്ലേ? ഓക്കെ. സ്കാഫോൾഡിംഗ് എന്നൊക്കെ പറയും. സ്കാഫോൾഡിംഗ് ഒക്കെ ഈ ഒരു ഭാഗത്തിലാണ് വരുന്നത്, ഒരു കൈത്താങ്ങ്. ഇനി അപ്പോൾ ഈ സമീപസ്ഥ വികാസ മണ്ഡലം ആരാണ് മുന്നോട്ട് കൊണ്ടുവന്നത് ഈ ആശയം? നമ്മുടെ വൈഗോസ്കിയാണ്. ആരാണ്? വൈഗോസ്കിയാണ്. ZPDയുടെ ഉപജ്ഞാതാവ് ആരാണ്? വൈഗോസ്കിയാണ്. സാമൂഹിക, സാംസ്കാരിക, ബുദ്ധിപരമായ ഘടകങ്ങൾ പഠിതാവിനെയും പഠനത്തെയും സ്വാധീനിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വൈഗോസ്കിയാണ്. സാമൂഹിക, സാംസ്കാരിക, ബുദ്ധിപരമായ ഘടകങ്ങൾ പഠിതാവിനെയും പഠനത്തെയും സ്വാധീനിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വൈഗോസ്കിയാണ്. പഠിതാവിന് സ്വപ്രയത്നം കൊണ്ട് എത്തിച്ചേരാനാവാത്ത ഒരു വൈജ്ഞാനിക തലവും കൂടുതൽ പരിചയസമ്പന്നരായവരുടെ സഹായത്തോടെ എത്തിച്ചേരാവുന്ന വൈജ്ഞാനിക തലവുമുണ്ട്. ഇവ രണ്ടിനുമിടയ്ക്കുള്ള മണ്ഡലമാണ് ZPD അഥവാ സമീപസ്ഥ വികസന മണ്ഡലം. എന്താണെന്ന് നോക്കിക്കേ. പഠിതാവിന് സ്വപ്രയത്നം കൊണ്ട് എത്തിച്ചേരാവുന്ന ഒരു വൈജ്ഞാനിക തലമുണ്ട്. എന്താണ്? പഠിതാവിന് സ്വയം പ്രയത്നം കൊണ്ട് എത്തിച്ചേരാവുന്ന ഒരു വൈജ്ഞാനിക തലമുണ്ട്. കൂടുതൽ പരിചയസമ്പന്നരായവരുടെ, അധ്യാപകരാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അവരുടെ സഹായത്തോടെ എത്തിച്ചേരാവുന്ന വൈജ്ഞാനിക തലവും ഉണ്ട്. ഇതിന് രണ്ടിലുമിടയിലുള്ള മണ്ഡലമാണ് ഏത്? ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അഥവാ സമീപസ്ഥ വികസന മണ്ഡലം. ഏതാണ്? സമീപസ്ഥ വികസന മണ്ഡലം. ഓക്കെ. അങ്ങനെയെങ്കിൽ നമ്മുടെ വൈഗോസ്കി ചേട്ടൻ്റെ സിദ്ധാന്തം ഏതായിരിക്കും? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ആരാണ്? വൈഗോസ്കിയാണ്. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരുടെയാ? വൈഗോസ്കിയുടെയാണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഈ സ്കഫോൾഡിങ് അല്ലെങ്കിൽ കൈത്താങ് എന്ന് പറഞ്ഞ സംഭവം? അതായത് യഥാർത്ഥ വികസന തലത്തിൽ നിന്നും സമീപസ്ഥ വികസന തലത്തിൽ എത്തിച്ചേരാൻ പഠിതാവിന് നൽകുന്ന സഹായമാണ് ഏത്? കൈത്താങ് അഥവാ സ്കഫോൾഡിങ്. യഥാർത്ഥ വികസന തലത്തിൽ നിന്നും സമീപസ്ഥ വികസന തലത്തിൽ എത്തിച്ചേരാൻ പഠിതാവിന് നൽകുന്ന സഹായമാണ് എന്ത്? കൈത്താങ് അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. സ്വാശ്രയ പഠനശേഷി കൈവരിക്കുന്നതോടെ കൈത്താങ് പിൻവലിക്കേണ്ടതാണ്. സ്വാശ്രയ പഠനശേഷി കൈവരിക്കുന്നതോടെ കൈത്താങ് പിൻവലിക്കേണ്ടതാണ്. വികസന തലത്തെ വൈഗോസ്കി രണ്ടായിട്ട് വിഭജിച്ചേക്കണു. വികസന തലത്തെ വൈഗോസ്കി രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. യഥാർത്ഥ വികസന തലം, ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റും വികസന ശേഷി തലം, ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റും. വികസന തലത്തെ വൈഗോസ്കി ചേട്ടൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെയാണ് യഥാർത്ഥ വികസന തലം, ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റും. രണ്ടാമത്തെയാണ് വികസന ശേഷി തലം, ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. എന്തായിരിക്കും യഥാർത്ഥ വികസന തലം? ഇത് പഠിതാവ് ആർജിച്ചു കഴിഞ്ഞ വികസനത്തിൻ്റെ നിലവാരം സൂചിപ്പിക്കുന്നു. പഠിതാവ് ആർജിച്ചു കഴിഞ്ഞ വികസനത്തിന് നിലവാരം സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥ വികസന തലം. ഇനി വികസന ശേഷി തലം എന്ന് പറഞ്ഞാലോ, പഠിതാവ് തൻ്റെ നൈസർഗിക ശേഷി ഉപയോഗപ്പെടുത്തി പ്രശ്ന നിർദ്ധാരണത്തിനും വിജ്ഞാനാർജനത്തിനും ഉള്ള പരമാവധി നിലവാരമാണ് ഏത്? വികസന ശേഷി തലം. പഠിതാവ് തൻ്റെ നൈസർഗിക ശേഷി ഉപയോഗപ്പെടുത്തി പ്രശ്ന നിർദ്ധാരണത്തിനും വിജ്ഞാനാർജനത്തിനും ഉള്ള പരമാവധി നിലവാരമാണ് എന്ത്? വികസന ശേഷി തലം. അപ്പം അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പഠിതാവിൻ്റെ നിലവിലുള്ള വികസന നിലവാരം ഏതാണ്? പഠിതാവിൻ്റെ നിലവിലുള്ള വികസന നിലവാരം ഏതാണ്?
യഥാർത്ഥ വികസന തലം. പഠിതാവിൻ്റെ നിലവിലുള്ള വികസന നിലവാരം ഏതാണ്? യഥാർത്ഥ വികസന തലം. യഥാർത്ഥ വികസന തലത്തേക്കാൾ വളരെ ഉയർന്ന തലമായിരിക്കും എന്ത്? വികസനശേഷി തലം. യഥാർത്ഥ വികസന തലത്തേക്കാൾ വളരെ ഉയർന്ന തലമായിരിക്കും ഏത്? വികസനശേഷി തലം. പ്രത്യേക അസൈൻമെൻറ്റുകൾ, സ്വതന്ത്ര പ്രോജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കായിരിക്കും കൊടുക്കുക? പ്രത്യേക അസൈൻമെൻറ്റുകൾ, സ്വതന്ത്ര പ്രോജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കായിരിക്കും കൊടുക്കുക? ആർക്കാണ് കൊടുക്കുക? പ്രതിഭാധരരായ കുട്ടികൾക്ക്. ആർക്കാണ്? പ്രതിഭാധരരായ കുട്ടികൾക്ക്. അപ്പോൾ അവരുടെ IQ ലെവൽ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ പ്രതിഭാശാലികൾ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഗിഫ്റ്റഡ് പേഴ്സൺസ് എന്നറിയപ്പെടുന്നത് അവരുടെ IQ എങ്ങനെയായിരിക്കും? IQ 130നും 150നും മുകളിലുള്ള പഠിതാക്കളാണ്. 150നും 130നും 150നും അതിന് മുകളിലുള്ള പഠിതാക്കൾ ആരാണ്? പ്രതിഭാശാലികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് പേഴ്സൺസ് ആണ്. സാമാന്യമായ കഴിവുകളിൽ നിന്നും സവിശേഷമായി ഉയർന്നു നിൽക്കുന്ന വ്യക്തികളാണ് ആര്? പ്രതിഭാശാലികൾ. സാമാന്യമായ കഴിവുകളിൽ നിന്ന് സവിശേഷമായി ഉയർന്നു നിൽക്കുന്ന വ്യക്തികളാണ് ആര്? പ്രതിഭാശാലികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് പേഴ്സൺസ്. ധാർമ്മികം, ശാരീരികം, വൈകാരികം, സാമൂഹികം, ബുദ്ധിപരം, സൗന്ദര്യശാസ്ത്രപരം തുടങ്ങി എല്ലാ മേഖലകളിലും പ്രതിഭാശാലികളെ കണ്ടെത്താനായിട്ട് കഴിയും. ധാർമ്മികം, ശാരീരികം, വൈകാരികം, സാമൂഹികം, ബുദ്ധിപരം, സൗന്ദര്യശാസ്ത്രപരം തുടങ്ങി എല്ലാ മേഖലകളിലും പ്രതിഭാശാലികളെ കണ്ടെത്താനായിട്ട് കഴിയും. ഇനി എന്തായിരിക്കും ഈ വ്യക്തി വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വ്യക്തി വ്യത്യാസങ്ങൾ വ്യക്തികളെ വേർതിരിച്ചറിയാൻ സഹായകവും ഓരോ വ്യക്തിക്കും അയാളുടേതായ തനിമ നൽകുന്നതുമായ വൈചാദ്യങ്ങൾ മനഃശാസ്ത്രത്തിൽ അറിയപ്പെടുന്നതാണ് എന്ത്? വ്യക്തി വ്യത്യാസങ്ങൾ. വ്യക്തികളെ വേർതിരിച്ചറിയാൻ സഹായകവും ഓരോ വ്യക്തിക്കും അയാളുടേതായ തനിമ നൽകുന്നതുമായ വൈചാദ്യങ്ങൾ മനഃശാസ്ത്രത്തിൽ അറിയപ്പെടുന്നതാണ് ഏത്? വ്യക്തി വ്യത്യാസങ്ങൾ. അപ്പോൾ വ്യക്തി വ്യത്യാസത്തിന് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? ബുദ്ധിശക്തി, താല്പര്യം, മനോഭാവം, അഭിരുചി, അഭിപ്രേരണ, സർഗാത്മകത, വ്യക്തിത്വം. ഏതൊക്കെയാണ്? ബുദ്ധിശക്തി, താല്പര്യം, മനോഭാവം, അഭിരുചി, അഭിപ്രേരണ, സർഗാത്മകത, വ്യക്തിത്വം. അടുത്തത് ഒരു ബുദ്ധി മാപനത്തിന് ഉദാഹരണമാണ് ഏത്? WAIS. ബുദ്ധി മാപനത്തിന് ഉപയോഗിക്കുന്നതാണ് WAIS. ഇതാണ് WAIS. എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം? WAIS വെസ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ. ഏതാണ്? വെസ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ, WAIS. ഓക്കെ. ബുദ്ധിശോധകങ്ങളുടെ പിതാവ് ആരാണ്? ഇതിനു മുമ്പുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ബുദ്ധിശോധകങ്ങളുടെ പിതാവ് ആരാണ്? ആൽഫ്രഡ് ബിനെയാണ്. ബുദ്ധിശോധകങ്ങളുടെ പിതാവ് ആരാണ്? ആൽഫ്രഡ് ബിനെ. ബുദ്ധിശോധകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി പരീക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന പ്രധാന ശോധകങ്ങളാണ് ഏതൊക്കെ? വ്യക്തി ശോധകങ്ങൾ, സംഘ ശോധകങ്ങൾ, ഭാഷാപരമായ ശോധകങ്ങൾ, ഭാഷാപരമല്ലാത്ത ശോധകങ്ങൾ, പ്രകടന ശോധകങ്ങൾ. ഏതൊക്കെയാണ് ബുദ്ധിശോധകങ്ങൾക്ക് ഉദാഹരണങ്ങൾ? വ്യക്തി ശോധകങ്ങൾ, അതായത് പേഴ്സണൽ ടെസ്റ്റ്. സംഘശോധകങ്ങൾ, ഗ്രൂപ്പ് ടെസ്റ്റ്. ഭാഷാപര ശോധകങ്ങൾ, വെർബൽ ടെസ്റ്റ്. ഭാഷാപരമല്ലാത്ത ശോധകങ്ങൾ, നോൺ വെർബൽ ടെസ്റ്റ്. അഞ്ചാമത്തെ പ്രകടന ശോധകങ്ങൾ, പെർഫോമൻസ് ടെസ്റ്റ്. ഇനി വ്യക്തി ശോധകങ്ങൾ അഥവാ പേഴ്സണൽ ടെസ്റ്റിന് ഉദാഹരണമാണ് സ്റ്റാൻഫോർഡ് ബിനെ ബുദ്ധിശോധകം. സ്റ്റാൻഫോർഡ് ബിനെ ബുദ്ധിശോധകം. അതുപോലെ തന്നെ വെസ്ലർ ബെല്ലവ്യൂ ബുദ്ധിശോധകം. വെസ്ലർ ബെല്ലവ്യൂ ബുദ്ധിശോധകം. കോഹ് ബ്ലോക്ക് ഡിസൈൻ ശോധകം. കോഹ് ബ്ലോക്ക് ഡിസൈൻ ശോധകം. അടുത്താണ് ഗ്രൂപ്പ് ടെസ്റ്റ് അല്ലെങ്കിൽ സംഘശോധകങ്ങൾക്ക്. സംഘശോധകങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഗ്രൂപ്പ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഓഫ് ബുറെ ഓഫ് സൈക്കോളജി. ഗ്രൂപ്പ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഓഫ് ബുറെ ഓഫ് സൈക്കോളജി. അടുത്തത് മൂന്നാമത്തെ ഭാഷാപരമായ ശോധകങ്ങൾ. നാലാമത്തെ ഭാഷാപരമല്ലാത്ത ശോധകങ്ങൾ, നോൺ വെർബൽ ടെസ്റ്റ്. അതിന് ഉദാഹരണമാണ് റാവൻസ് പ്രോഗ്രസീവ് മട്രിസസ് ടെസ്റ്റ്. റാവൻസ്
പ്രോഗ്രസീവ് മട്രിസസ് ടെസ്റ്റ്. പിന്നെയോ പിഡ്ഗൺസ് നോൺ വെർബൽ ടെസ്റ്റ്. പിഡ്ഗൺസ് നോൺ വെർബൽ ടെസ്റ്റ്. അടുത്തത് പ്രകടന ശോധകങ്ങൾ പെർഫോമൻസ് ടെസ്റ്റിന് ഉദാഹരണം ഏതൊക്കെയാണ്? ആർതർ പെർഫോമൻസ് സ്കെയില്, ബാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ്, പിൻഡർ പാറ്റർസൺ പെർഫോമൻസ് ടെസ്റ്റ്, പിന്നെയോ വെഷ്ലർ ബെൽവേ ഇൻ്റലിജൻസ് സ്കെയിൽ. ഏതൊക്കെയാണ്? ആർതർ പെർഫോമൻസ് സ്കെയില്, ബാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ്, പിൻഡർ പാറ്റേൺ പെർഫോമൻസ് സ്കെയില്, വെഷ്ലർ ബെൽവിൻ ഇൻ്റലിജൻസ് സ്കെയിൽ. ഇനി ഈ വെഷ്ലർ ബെല്ലവ്യൂ ബുദ്ധിമാപിനി WBIS വെഷ്ലർ ബെല്ലവ്യൂ ബുദ്ധിമാപിനി ഏതാണ്? അത് വ്യക്തിശോധനകൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അല്ലേ? പേഴ്സണൽ ടെസ്റ്റിന് ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പഠിക്കാം. വികസിപ്പിച്ച് മാനകീകരണം നടത്തിയത് ഡേവിഡ് വെഷ്ലറാണ്. വികസിപ്പിച്ച് മാനകീകരണം നടത്തിയത് ആരാണ്? ഡേവിഡ് വെഷ്ലറാണ്. 1955 ആദ്യമായിട്ട് പരിഷ്കരിച്ചു. അപ്പോൾ 3 വ്യത്യസ്ത മാപനികൾ നിലവിൽ വന്നു. 1955 ആദ്യമായിട്ട് പരിഷ്കരിച്ചു. അപ്പോൾ 3 വ്യത്യസ്ത മാപനികൾ നിലവിൽ വന്നു. വെഷ്ലറുടെ പ്രീ സ്കൂൾ പ്രൈമറി സ്കൂൾ ബുദ്ധിമാപിനി WPPSI. വെഷ്ലറുടെ പ്രീ സ്കൂൾ പ്രൈമറി സ്കൂൾ ബുദ്ധിമാപിനി WPPSI. ഇനിയോ രണ്ടാമത്തെ വെഷ്ലറുടെ കുട്ടികൾക്കായുള്ള ബുദ്ധിമാപിനി WISC. മൂന്നാമത്തെ പ്രായപൂർത്തിയായവർക്കുള്ള വെഷ്ലർ ബുദ്ധിമാപിനി WAIS. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫുൾ ഫോം. ഓക്കെ, ഇതാണ് വെഷ്ലർ ബെവല്യൂ ബുദ്ധിമാപിനി WBIS. ആരാണ് വികസിപ്പിച്ചത്? ഡേവിഡ് വെഷ്ലറാണ്. അദ്ദേഹം ഇതിനെ ഒന്ന് പരിഷ്കരിച്ചു, 3 തിരിച്ചു. ഒന്നാമത്തേതായിരുന്നു വെഷ്ലറുടെ പ്രീ സ്കൂൾ പ്രൈമറി സ്കൂൾ ബുദ്ധിമാപിനി WPPSI. പിന്നെയോ കുട്ടികൾക്കായിട്ടുള്ളത് WISC. പ്രായപൂർത്തിയായവർക്കുള്ളത് ഏതാണ്? WAIS. ഓക്കെ. 5ാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യയ്ക്കുണ്ട്. വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്താ പറഞ്ഞത്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിലെ കുട്ടി, ക്ലാസ് ലീഡറാണ് ആര്? വിദ്യ. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായിട്ട് അവൾ എങ്ങനെയാണ്? നല്ല ബന്ധമാണ് സ്ഥാപിച്ചേക്കണത്. തീരുമാനം എടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പിന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവുണ്ട്. സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യയ്ക്കുണ്ട്. വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഓപ്ഷൻസ് ഇതാണ്: ബഹുമുഖ ബുദ്ധി, വൈകാരിക ബുദ്ധി, ബുദ്ധിശക്തി, ആത്മീയ ബുദ്ധി. ബഹുമുഖ ബുദ്ധി, വൈകാരിക ബുദ്ധി, ബുദ്ധിശക്തി, ആത്മീയ ബുദ്ധി. ഏതായിരിക്കും ആൻസർ? ആൻസർ ഏതാണ്? വൈകാരിക ബുദ്ധിയാണ്. ഏതാണ്? വൈകാരിക ബുദ്ധി. ഹവാർഡ് ഗാർട്ട്നറുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പീറ്റർ സലോവ, ജോൺ മേയർ എന്നിവർ വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചു. എന്താണ്? ഹവാർഡ് ഗാർട്ട്നറുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പീറ്റർ സലോവ, ജോൺ മേയർ എന്നിവർ വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വച്ചു. വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് വിപുലമായ പ്രചാരവും സ്വീകാര്യതയും ലഭിച്ചത് ആർക്കായിരുന്നു? ഡാനിയൽ ഗോൾമാനാണ്. അപ്പോൾ വൈകാരിക ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ഫസ്റ്റ് ഓർക്കേണ്ടത്? ഡാനിയൽ ഗോൾമാനാണ്. അവരുടെ കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ടായിരുന്നു? പീറ്റർ സലോവയും ജോൺ മേയറും ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആരാണ് കൂടുതലും? ഫസ്റ്റ് ഡാനിയൽ ഗോൾമാനാണ്. അദ്ദേഹം 1995 ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതോടുകൂടിയാണ് അദ്ദേഹം ഫേമസ് ആയത്. ഇമോഷണൽ ഇൻ്റലിജൻസ് ആരുടെയാണ്? ഡാനിയൽ ഗോൾമാൻ്റെയാണ്. 5 തലങ്ങളിലായാണ് വൈകാരിക ബുദ്ധി വിശദീകരിക്കപ്പെടുന്നത്.
5 തലങ്ങളിലായിട്ടാണ് വൈകാരിക ബുദ്ധി വിശദീകരിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ, നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, നോയിങ് അവർ ഇമോഷൻസ്. 2, വികാരങ്ങളെ നിയന്ത്രിക്കുക, മാനേജിങ് അവർ ഇമോഷൻസ്. 3, സ്വയം പ്രചോദിതമാകുക, മോട്ടിവേറ്റിംഗ് ഔർസെൽസ്. 4, മറ്റുള്ളവരുടെ വികാരങ്ങൾ അറിയുകയും സ്വാധീനിക്കുകയും ചെയ്യുക, റെക്കഗ്നൈസിങ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ്. 5, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഡീലിംഗ് റിലേഷൻസ് എഫക്റ്റീവ്ലി. 5 തലങ്ങളിലായാണ് വൈകാരിക ബുദ്ധി വിശദീകരിക്കപ്പെടുന്നത്. 5 തലങ്ങൾ ഏതൊക്കെയാണ്? 5 തലങ്ങൾ: നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, വികാരങ്ങളെ നിയന്ത്രിക്കുക, സ്വയം പ്രചോദിതനാവുക, മറ്റുള്ള വികാരങ്ങളെ അറിയുകയും സ്വാധീനിക്കുകയും ചെയ്യുക, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക. ഇനി എന്തായിരിക്കും വൈകാരിക ബുദ്ധി എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള പ്രചോദകമായി തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താനുള്ള സാമൂഹികമായ ബുദ്ധിശക്തിയാണ് എന്ത്? വൈകാരിക ബുദ്ധി. എന്താണ് വൈകാരിക ബുദ്ധി? ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള പ്രചോദകമായി തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താനുള്ള സാമൂഹികമായ ബുദ്ധിശക്തിയാണ് ഏത്? വൈകാരിക ബുദ്ധി. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? അപ്പം വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ: ഒന്നാമത്തത്, ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ്. 2, വികാരങ്ങളെ തിരിച്ചറിയാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കുവാനുള്ള കഴിവ്. 3, ആശയവിനിമയ ശേഷി മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധയും വിശ്വാസവും പിടിച്ചു പറ്റാനുള്ള കഴിവ്. 4, നർമ്മബോധത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി. 5, ചുമതലകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത. 6, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്. 7, ആശയ സംഘർഷങ്ങളെ ആരോഗ്യകരവും ക്രിയാത്മകവുമായ രീതിയിൽ പരിഹരിക്കുന്നതിനുള്ള ശേഷി. എന്തൊക്കെയാണ് വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ? ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ്, വികാരങ്ങളെ തിരിച്ചറിയാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കുവാനുമുള്ള ശേഷി, ആശയവിനിമയ ശേഷി മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധയും വിശ്വാസവും പിടിച്ചു പറ്റാനുള്ള കഴിവ്, നർമ്മബോധത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി, ചുമതലകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്, ആശയ സംഘർഷങ്ങളെ ആരോഗ്യകരവും ക്രിയാത്മകവുമായ രീതിയിൽ പരിഹരിക്കുന്നതിനുള്ള ശേഷി. ഇതാണ് ഏത്? വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ. അടുത്തത്, കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണെന്ന്. കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണ്? സ്കൂൾ വിക്കിയാണ്. ഏതാണ്? സ്കൂൾ വിക്കി. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ മുഴുവൻ പാഠപുസ്തകങ്ങളും ഡിജിറ്റൽ റിസോഴ്സുകളും പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടലാണ് സമഗ്ര. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ മുഴുവൻ പാഠപുസ്തകങ്ങളും ഡിജിറ്റൽ റിസോഴ്സുകളും പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭ്യമാകുന്ന ഓൺലൈൻ പോർട്ടലാണ് സമഗ്ര. എല്ലാ ഭാഷകളിലും ലാഭേച്ഛയില്ലാതെ സ്വതന്ത്രവും സമ്പൂർണമായ ഒരു വിജ്ഞാനകോശം നിർമ്മിക്കാനുള്ള കൂട്ടായ സംരംഭമാണ് വിക്കിപീഡിയ. എല്ലാ ഭാഷകളിലും ലാഭേച്ഛയില്ലാതെ സ്വതന്ത്രവും സമ്പൂർണവുമായ ഒരു വിജ്ഞാനകോശം നിർമ്മിക്കാനുള്ള കൂട്ടായ സംരംഭമാണ് ഏത്? വിക്കിപീഡിയ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ SCERT കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.